കൊല്ലത്ത് മെഡിസിറ്റിയിൽ നിന്ന് തിരുവനന്തപുരത്തെ അനന്തപുരി ആശുപത്രിയിലേക്ക് കൗശിക്കിനെയും കൊണ്ട് ആംബുലൻസ് എത്തിയിരിക്കുകയാണ്. പോലീസ് ഈ വാഹനത്തിന് വഴിയൊരുക്കണമെന്ന് പറഞ്ഞിരുന്നു. വളരെ വേഗത്തിൽ തന്നെ ഈ ആംബുലൻസ് ഇപ്പോൾ തിരുവനന്തപുരത്തെ അനന്തപുരി ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുന്നു. കുടുംബത്തിൻ്റെ പ്രത്യേക അഭ്യർത്ഥന മാനിച്ചാണ് ചികിത്സ തിരുവനന്തപുരത്തേക്ക് മാറ്റിയത്. നേരത്തെ ഈ അപകടമുണ്ടായ ഉടനെ അവിടെ നിന്ന് താലൂക്ക് ആശുപത്രിയിൽ നിന്ന് സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു. അവിടെ നിന്നാണിപ്പോൾ അപകടത്തിൽപ്പെട്ട കൗശിക് എന്ന വിദ്യാർത്ഥിയെ ഇങ്ങോട്ട് തിരുവനന്തപുരത്ത് അനന്തപുരി ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. രാഹുൽ ജി നാഥാണ് വിവരങ്ങൾ നൽകുന്നത്. രാഹുൽ, വാഹനം എത്തിയിരിക്കുന്നു. ഇനി എത്രയും പെട്ടെന്ന് ഏറ്റവും പെട്ടെന്ന് ചികിത്സ ലഭ്യമാക്കുകയാണ്. എന്താണ് വിവരങ്ങൾ? അത് തന്നെയാണ് എന്തായാലും ഡോക്ടർമാരുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇത്തരത്തിൽ ഇവിടേക്ക് കൗശിക് എത്തുന്നു എന്നറിഞ്ഞ ഘട്ടത്തിൽ തന്നെ ഡോക്ടർമാരുടെ സംഘം സജ്ജമായിരുന്നു. അല്പസമയം മുൻപാണ് ട്രാവൻകൂർ മെഡിസിറ്റി കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ എന്തായാലും അനന്തപുരി ആശുപത്രിയിലേക്ക് ആംബുലൻസ് എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, മാതാപിതാക്കളുടെ അഭ്യർത്ഥന മാനിച്ചാണ് ഇത്തരത്തിൽ വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരത്തെ അനന്തപുരി ആശുപത്രിയിലേക്ക് ഇപ്പോൾ കൗശിക്കിനെ മാറ്റിയിരിക്കുന്നത്. 15 വയസ്സാണ് കൗശിക്കിനുള്ളത്. ഇത്തരത്തിൽ രാവിലെ സ്കൂളിലേക്ക് പോകാൻ നിന്ന ഘട്ടത്തിലാണ് അപകടമുണ്ടായത്. അപ്പോൾ ഗുരുതരമായ പരിക്കുകളുണ്ട് എന്ന് തന്നെയാണ് ആദ്യഘട്ടത്തിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വിദഗ്ധ ചികിത്സയ്ക്കായി മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റണം എന്നുള്ളത് മാതാപിതാക്കളുടെ അഭ്യർത്ഥനയായിരുന്നു. അതിന് പ്രകാരമാണ് ഇപ്പോൾ എന്തായാലും മന്ത്രി ഉൾപ്പെടെ ഇടപെട്ട് ഇത്തരത്തിൽ മെഡിസിറ്റി ആശുപത്രിയിൽ നിന്ന് അനന്തപുരിയിലേക്ക് കൗശിക് എത്തുന്നത്. ഇതിൽ നമുക്ക് ആംബുലൻസ് കാണാം. മെഡിസിറ്റിയുടെ ആംബുലൻസിലാണ് ഇപ്പോൾ എന്തായാലും എത്തിയത്. നിലവിൽ എന്തായാലും ഞാൻ സൂചിപ്പിച്ചതുപോലെ ഡോക്ടർമാരുടെ സംഘം ഇതാ കൗശിക്കിനെ ആശുപത്രിക്കുള്ളിലേക്ക് കൊണ്ടുപോവുകയാണ്. ഡോക്ടർമാരുടെ സംഘം നേരത്തെ തന്നെ സജ്ജമായിരുന്നു. ഇനി അടിയന്തരമായ ചികിത്സ നൽകുക എന്നുള്ള കാര്യം തന്നെയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മെഡിസിറ്റി ആശുപത്രിയിൽ നിന്ന് കൈമാറിയിട്ടുണ്ട്. ഈ പരിക്കിൻ്റെ എത്രമാത്രം ഗുരുതരമാണ്, എന്തൊക്കെ ചികിത്സയാണ് നൽകിയെന്നുള്ള വിവരങ്ങളൊക്കെ ഇതിനോടകം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. നിലവിൽ എന്തായാലും മാതാപിതാക്കളുടെ അഭ്യർത്ഥന മാനിച്ച് ഇപ്പോൾ കൗശിക്കിനെ അനന്തപുരി ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്കായി എത്തിച്ചിരിക്കുകയാണ്. രാഹുൽ ജി നാഥാണ് വിവരങ്ങൾ നൽകിയത്. എത്രയും പെട്ടെന്ന് ആരോഗ്യം വീണ്ടെടുക്കാൻ കൗശിക്കിന് കഴിയട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കൊല്ലത്ത് നിന്ന് കൗശിക്കിനെ കൊണ്ട് ആംബുലൻസ് തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി എത്രയും പെട്ടെന്ന് ഏറ്റവും ഉചിതമായ ചികിത്സ ഏറ്റവും പെട്ടെന്ന് ലഭ്യമാക്കുക എന്നതാണ്. ആരോഗ്യവാനായി കൗശിക് തിരിച്ചു വരാൻ നമുക്കും പ്രാർത്ഥിക്കാം. അതിനൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ആവശ്യമായ മെഡിക്കൽ സഹായങ്ങളെല്ലാം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നുണ്ട് സർക്കാർ ഉൾപ്പെടെ.